നമ്മളെ ഹിന്ദുക്കൾ പലപ്പോഴും പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരല്ല. ശിവന്റെ വാഹനം കാളയാണെന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും മുന്നിലൊരു നന്ദീശ്വരനെ കാണാം. മറ്റൊന്നുമല്ല, മനുഷ്യൻ കളയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്കെടുത്ത് കളയേണ്ടതുണ്ട്. ഇതത്ര ഫ്രീ കിട്ടുന്നതല്ല, മനസ്സിലായില്ലേ? നമുക്ക് അമ്പലത്തിൽ പോയി തൊഴലൊക്കെ ഫ്രീ ആയിട്ട് നടന്നു വരും. പക്ഷേ ഉള്ളിലുള്ള ഭഗവാനെ കാണണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത വരണം. അതാണ് പൂന്താനം പറയുന്നത്. ഇപ്പം സനാതന ധർമ്മം എന്നാൽ എന്താണ്? അങ്ങനെ ഒരിക്കൽ പരീക്ഷിത്ത് മഹാരാജാവ് പ്രജകളുടെ ക്ഷേമം കാണാനായിട്ട് അദ്ദേഹം ഇങ്ങനെ രാജ്യം മുഴുവൻ കറങ്ങുകയായിരുന്നു. അങ്ങനെ യാത്രയിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ഒരു വശത്തുണ്ട് കാളയും പശുവും. അതിൽ കാള അതിൻ്റെ 3 കാലുകൾ ഇങ്ങനെ തളർന്ന് ഒരു കാലിലാണ് നിൽപ്പ്. തൊട്ടടുത്ത് പശുവുണ്ട്. പശു ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം രാജാവിന് മനസ്സിലായി ആരോ കാളയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തളർന്നിരിക്കുന്നത്. ഈ ക്രൂരത ആര് ചെയ്തു കാളയോട്? അവനെ വെറുതെ വിടരുത്. തൻ്റെ രാജ്യത്ത് ഇങ്ങനെ താൻ ഭരണാധികാരി ഇരിക്കുമ്പം ഈ അതിക്രമം ചെയ്തവനെ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്നങ്ങോട്ട് തീരുമാനിച്ച് രാജാവ് അടുത്ത് ചെല്ലുകയാണ്. ഈ രാജാവ് നോക്കുമ്പോൾ കാളയുടെയും പശുവിൻ്റെയൊക്കെ ആ മട്ടും ഭാവമൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ കാളയല്ല, പശുവല്ല. അപ്പം രാജാവ് കൈകൂപ്പി വിനയാന്വിതനായി ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ, എന്താണ് നിങ്ങൾ എന്നൊക്കെ. അപ്പോഴാണ് പശു വെളിപ്പെടുത്തുന്നത്. പശു ദേവി രൂപത്തെ എടുത്ത് പറഞ്ഞു, ഞാനാണ് ഭൂമി ദേവി. ഞാൻ ഭൂമി ദേവി ഗോരൂപം എടുത്തിരിക്കുകയാണ്. കാളയാണെങ്കിലോ ധർമ്മമൂർത്തിയാണ്. നമ്മളെ ഹിന്ദുക്കൾ പലപ്പോഴും പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരല്ല. ശിവന്റെ വാഹനം കാളയാണെന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും മുന്നിലൊരു നന്ദീശ്വരനെ കാണാം. പക്ഷെ എന്തിനാണ് ഈ കാളപ്പുറത്ത് പാവം പരമശിവൻ യാത്ര ചെയ്യണ? ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇന്നാണെങ്കിൽ വലിയ സൗകര്യങ്ങളൊക്കെ കൂടിയിരിക്കുന്ന കാലത്ത് ഭക്തന്മാർ പ്ലെയിനിൽ പോകണോ, അല്ലെങ്കിൽ ഇന്ന് വലിയ വലിയ ചോപ്പേഴ്സ്, നമുക്ക് നല്ല ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ മെർസിഡീസ് ബെൻസ് പോലുള്ള അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളുള്ള കാലത്ത് ഭഗവാൻ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാതെ ഏതിൽ പോകുന്നു? കാളപ്പുറത്ത്. അതെന്തിനാണ് നമ്മളെ ഭഗവാനെ ഇങ്ങനെ ഒരു കാളപ്പുറത്തിരുത്തിയത്? നമ്മളത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭാഗവതത്തിൽ പറയും ഇതെല്ലാം സങ്കല്പങ്ങളാണെന്ന് മനസ്സിലാക്കണമെന്ന്. ഇത് നമ്മൾ പിന്നീട് കാണും. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ ഞാൻ ആ ശ്ലോകം നിങ്ങൾക്ക് കാണിച്ചു തരും, ഇപ്പോഴല്ല പിന്നീട്. ഇതെല്ലാം സങ്കല്പങ്ങളാണ്. എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോന്നിൻ്റെ പ്രതീകങ്ങളാണ്. നിങ്ങൾ ഭാഗവതം പ്രഥമസ്കന്ധം 17-ാം അധ്യായം 22-ാം രൂപം എടുത്തു, 22-ാം ശ്ലോകം. അതിനാണ് ഭാഗവതം പഠിക്കുന്നത്. ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ധർമ്മോസി വൃഷരൂപതൃക്ക്, 22-ാം ശ്ലോകം. അതായത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് വൃഷഭം, കാള എന്ന് പറയുകയാണ്. അപ്പം കാള ധർമ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മമുള്ളിടത്തെ ശിവനും ഉള്ളൂ എന്നർത്ഥം. അപ്പം ധർമ്മമില്ലാത്തടത്ത് ആരില്ല. അതുകൊണ്ടാണ് സനാതന ധർമ്മം ഇന്ന് ഏറെ പഠിക്കേണ്ട ഒരു വാക്കാണ്, ഏറെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് ഏത്? സനാതനധർമ്മം. കാരണം വളരെയധികം പരിഹാസങ്ങളും നിന്ദകളും അവജ്ഞകളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. കേരളത്തിൽ ഞാൻ പറയണ്ടല്ലോ, അടുത്ത കാലത്ത് സനാതനധർമ്മത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഹിന്ദുക്കളുടെ അറിവില്ലായ്മയാണ് ഇവരുടെ അല്പജ്ഞാനം അല്ലെങ്കിൽ ഇവരുടെ അജ്ഞതയെ ജനങ്ങളുടെ മുന്നിൽ കെട്ടി എഴുന്നള്ളിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിന് തക്ക മറുപടി കൊടുക്കാൻ നമ്മളാരും
വളരുന്നില്ല. അവർ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ജാതി വ്യവസ്ഥയാണെന്നാണ്. ആ ജാതി വ്യവസ്ഥയാണ് അവർ കണ്ടുകൊണ്ടാണ് അവർ പരിഹസിക്കുന്നത്. എന്നാൽ എന്താണ് ഈ ജാതി വ്യവസ്ഥയെന്നോ ഇതെങ്ങനെ വന്നു എന്നോ ഇതൊന്നും ഈ കൂട്ടര് ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ഇതിനെ മാറ്റം വരുത്താനോ സാധ്യമല്ല, തയ്യാറുമില്ല. എനിക്ക് വളരെ വിഷമമുണ്ട് ഇതൊക്കെ പറയാൻ, എന്നാലും ഞാൻ പറയാണ്. ഈ ജാതി വ്യവസ്ഥ, ഈ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നവരൊക്കെ അവരുടെ എല്ലാം പാർട്ടിയുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ബ്രാഹ്മണന്മാരുടെ പേര് വെച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി മോശമാണത്. കാരണം അതിന് പറ്റിയൊരു വേദിയല്ല ഇത്. പക്ഷേ ഒരു വിഷമം എന്താ വെച്ചാൽ, ഈ ഒരു പ്രയോഗമുണ്ട്, മലർന്ന് കിടന്ന് തുപ്പുക എന്നൊരു പ്രയോഗമുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? എന്ന് പറഞ്ഞാൽ എന്താണ്? മലർന്ന് കിടന്ന് തുപ്പിയാൽ അതാണ് ഈ കൂട്ടരൊക്കെ ഈ പരിഹസിക്കുന്നവർ ചെയ്യുന്നത്. അവനവനെ തന്നെ അവഹേളിക്കുക ഇതിലൂടെ. നമുക്കതല്ല വിഷയം. നമ്മുടെ വിഷയം ശരിക്കും സനാതനധർമ്മം എന്താണ്. ഇവിടെ ശിവം എന്നാൽ അർത്ഥമെടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കണം, നിത്യശുദ്ധ ബുദ്ധബോധം എന്നാണ്. ആരാണ് ശിവൻ? നിത്യശുദ്ധ ബുദ്ധ മുക്തബോധം. അങ്ങനെയൊരു ശുദ്ധബോധം, സാന്ദ്രാനന്ദാവ ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് തന്നെയാണ് ശിവം. ആ ശിവനിലേക്കെത്താനുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സ് ധരിക്കേണ്ട വാഹനമാണ്, അല്ലെങ്കിൽ മനസ്സിനെ എത്തിക്കുന്ന വാഹനമാണ് ധർമ്മം. ധർമ്മം എന്ന വാക്കിന് ആചരിക്കേണ്ടത്, ധരിക്കേണ്ടത്, ധർമ്മത്തിൻ്റെ പാതയിലൂടെ മാത്രമേ ശിവനിലേക്കെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്താണ് ധർമ്മം? അതും ഭാഗവതം നിർവചിച്ചിരിക്കുകയാണ് 24-ാം ശ്ലോകത്തിൽ. വളരെ വ്യക്തമാണ്. ഇത് എൻ്റെ വരികളല്ല, ഭാഗവതത്തിലെ വരികളാണ്. ഇപ്പം എന്തിനാണ് കാളയെ വെച്ച് നമുക്കതിലേക്ക് നോക്കാം. ആദ്യമേ ഒരു വരി നോക്കുക. 24-ാമത്തെ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കണു, കാളയ്ക്ക് 4 കാലുകളാണ്. കാളയ്ക്ക് 4 കാലുകളാണ്. ധർമ്മത്തിനും ചതുഷ്പാദമാണ്, 4 പാദങ്ങളാണ്. ഏതൊക്കെയാണ്? തപ, ശൗചം, ദയാ, സത്യം, ഇതി പാദ കൃത. 4 പാദങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? തപസ്സാണ് ഒന്നാമത്തേത്, രണ്ടാമത്തത് ശൗചമാണ്, മൂന്നാമത്തത് ദയയാണ്, നാലാമത്തത് സത്യമാണ്. ഇപ്പം എന്താണ് തപസ്സെന്ന് പറഞ്ഞാൽ? തപസ്സെന്ന് പറഞ്ഞാൽ വലിയ മുനിമാരിങ്ങനെ ഗുഹയിലിരിക്കുന്നത് മാത്രമല്ല അവിടെ തപസ്. ഇവിടെ തപസ്സെന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നടക്കുന്നതിൻ്റെ പേരാണ് തപസ്. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ചൂടാക്കുക എന്നാണല്ലോ, ശുദ്ധീകരിക്കുക എന്നാണ്. ഒരു കാര്യത്തെ ശുദ്ധീകരിക്കാൻ ഏത് വേണം? ചൂട് വേണം, ചൂടാക്കണം. അപ്പം നമ്മൾ ശരീരത്തിൽ ചൂട് തട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേർപ്പ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ വേർത്ത് പോവുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമുക്കിത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും ഇങ്ങനെ ഒരു ശുദ്ധീകരണം തപസ്സിലൂടെ മനസ്സിനുണ്ടാകണം. അതിനാണ് എന്ത്? നാമജപ സംസ്കാരങ്ങൾ. അപ്പം നാമം ഒരു തപസ്സാണ്. കൃത്യനിഷ്ഠയും നാമജപവും കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തന്നെ ജീവിതം ഒരു എന്തായി? തപസ്സിൻ്റെ ജീവിതമായി മാറി. അപ്പം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിനെ അതിലൂടെ നമുക്ക് പവിത്രീകരിക്കാൻ, പരിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നാമജപ ആവർത്തനമാണ് ഏത്? തപസ്. ഒന്ന് പറയൂ എല്ലാവരും. നാമജപ ആവർത്തനമാണ് തപസ്. ഇത് നമ്മൾ പരിശീലിക്കണം. രണ്ടാമത്തതാണ് ശൗചം എന്നുള്ളത്, ശുചിത്വം എന്നുള്ളത്. ശുചിത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ കളയുന്നതിനാണ് ശുചിത്വം. അങ്ങനെ ശൗചാലയം എന്നൊക്കെ പേര് വന്നു അല്ലേ? ടോയ്ലറ്റിലൊക്കെ പോകുന്നതിന് എന്താ പറയുക? ടോയ്ലറ്റിൻ്റെ പേരെന്താ പറയുക? ശൗചാലയം. മാലിന്യം കളയുക. ഇവിടെ ഏത് മാലിന്യമാണ് കളയേണ്ടത്? മറ്റൊന്നുമല്ല, മനുഷ്യൻ കളയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്കെടുത്ത് കളയേണ്ടതുണ്ട്. അപ്പം അങ്ങനെ കളയാൻ
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒന്നിച്ചിരുന്നുള്ള ചില അനുഷ്ഠാനങ്ങൾ. ഇപ്പം രണ്ടും വേണം നമുക്ക്. ഒറ്റയ്ക്കിരുന്നു കൊണ്ടും വേണം, ഒന്നിച്ചിരിക്കുമ്പോൾ അത് മനസ്സിനെ എളുപ്പത്തിൽ ശുചീകരിക്കും. അതാണ് ഒന്നിച്ചുള്ള നാമജപങ്ങൾക്ക് വളരെ പ്രാധാന്യം. ആദിശങ്കരാചാര്യ സ്വാമികളും പറയും, ജപിക്കുകയും വേണം, ഭജിക്കുകയും വേണം. ഭജിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ആ ഒരു നാമജപ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. പണ്ടതാണ് സന്ധ്യയ്ക്ക് എല്ലാവരും ഇരുന്ന് നാമം ജപിച്ചിരുന്നു. കലിയുഗത്തിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കേണ്ടതായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ഉണ്ട്. ഇപ്പോൾ ഒന്നിച്ച് നാരായണീയം വായിക്കുന്നവരുണ്ട്, ഇല്ലേ? ഒന്നിച്ച് ലളിതാ സഹസ്രനാമം വായിക്കുന്നവരുണ്ട്, ഉണ്ടോ? അതൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കളിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. തീരെ ഇതിലില്ലാത്തവർക്കാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ തപസ്, ശൗചം. മൂന്നാമത്തതാണ് ദയ. ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുക. അതായത് ഹിന്ദുക്കളിൽ ആരും ഒറ്റപ്പെട്ടു പോകരുത്, എല്ലാവരെയും ചേർത്ത് കോർത്ത് കൊണ്ടുപോവാൻ സാധിക്കുന്ന ഒരു വസുദൈവ കുടുംബമായി മനുഷ്യൻ ജാതി വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്ത് മാറണം. ഇപ്പം നോക്കൂ, അവിടെയാണ് ഹിന്ദുമതത്തിൻ്റെ മഹത്വവും. നിങ്ങൾ നോക്കൂ, രാമായണം രചിച്ചിരിക്കുന്ന വാത്മീകി മഹർഷി ഈ രാഷ്ട്രീയക്കാരോട് പറയണം, ഇതൊക്കെ ഈ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നവരോട് പറയണം, ഭാരതത്തിന് രാമായണം തന്നിരിക്കുന്ന വാത്മീകി, അദ്ദേഹം കള്ളനും കൊള്ളക്കാരനൊക്കെ ആയിട്ട് നടന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് ആരാക്കിയത്? ഒരു രത്നാകരനെ വാത്മീകിയാക്കാൻ സാധിച്ച സംസ്കാരത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. അവരുടെ രാഷ്ട്രീയക്കാരനെ പോലെ പൊട്ട സംസ്കാരമല്ലത്. മനസ്സിലായില്ലേ? ഉള്ളവരെയും ഇല്ലാത്തവരാക്കി, ഇല്ലാത്തവരെയും കൂടി ഇല്ലാത്തവരാക്കി, ആർക്കും ഇല്ലാത്തവരായി ദാരിദ്ര്യമുള്ളതാക്കിയ രാഷ്ട്രീയമല്ല നമ്മുടേത്. നമ്മുടേതെന്ന് പറഞ്ഞാൽ ഒരു രത്നാകരനെ ആരാക്കി? വാത്മീകിയാക്കി. കാട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കാട്ടിൽ ആദിവാസി എന്നോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാട്ടിലുള്ള ട്രൈബ് എന്ന് പറയുന്ന ഒരു ശബരിയെ ശബരീദേവിയാക്കി. ഇന്ന് ശബരിമല എന്ന് പറയുന്ന ആ മണ്ണിൽ ആളുകൾ കാലുകുത്തുമ്പോൾ ഒരു ട്രൈബലായിട്ട് നടന്ന ഒരു അമ്മയാണ് ഒരു ദേവിയായിട്ട് മാറിയത്. ഇതാണ് സനാതനധർമ്മം. ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അനവധിയുണ്ട്. മനസ്സിലായില്ലേ? ഭാരതത്തിൻ്റെ സംസ്കൃതി അതാണ്. എല്ലാവരിലും മഹത്വം കാണുക, എല്ലാവരെയും മഹാന്മാരാക്കുക എന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി. അതുകൊണ്ടാണ് ഇവിടെ ജാതി വ്യവസ്ഥകൾക്കപ്പുറത്ത് ആര് മഹാനായിട്ടുണ്ടോ അവരെ വീണ് നമിക്കണം എന്ന് നമ്മളോട് ആദിശങ്കരാചാര്യ സ്വാമികൾ പോലും പഠിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു വരി മാത്രം ഓർത്താൽ മതി. ചണ്ടാളോസ്തു ദ്വിജോസ്തു ഏഷ ഗുരുർ മമ. എനിക്ക് ആത്മീയമായൊരു അവബോധം പറഞ്ഞു തരുന്നത് ചണ്ടാളനായാലും ദ്വിജനായാലും രണ്ടുപേരും എനിക്കൊരു ഗുരുതുല്യനാണ്. ഞാനിതാ ആ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. ഇത് ആദിശങ്കരാചാര്യ സ്വാമികൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് ആദിശങ്കരാചാര്യ സ്വാമികൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാതീയമായിട്ട് വിവേചനം കാണിക്കണം എന്നാണോ അതോ മഹാന്മാരായിട്ടുള്ള ആളുകളെ നമിക്കണമെന്നാണോ പഠിപ്പിക്കുന്നത്? പറയൂ, എന്താ ഒന്നും മനസ്സിലാക്കണില്ലേ നിങ്ങൾ? ഭാഗവതത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. അസുരവംശത്തിൽപ്പെട്ട പ്രഹ്ലാദൻ, അസുരവംശത്തിൽപ്പെട്ട മഹാബലി, അസുരവംശത്തിൽപ്പെട്ട ഇനിയുണ്ട് ആളുകൾ. ആരറിയോ? വൃത്രാസുരൻ. ഇവരൊക്കെ വീണ് നമസ്കരിക്കുന്ന രംഗങ്ങളുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയക്കാർ ചെയ്ത ചതി എന്താണെന്നറിയോ? ഈ സനാതനധർമ്മത്തെ കളിയാക്കുന്ന ഇവർ ചെയ്ത മഹാദ്രോഹം എന്താ അറിയോ? മഹാബലിയെ നമസ്കരിച്ചുകൊണ്ട് വാമനമൂർത്തി പറയുന്ന വരികളുണ്ട്. വാമനമൂർത്തി മഹാബലിയെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ സുതലം സ്വർഗ്ഗവിപ്രാർത്യം ജ്ഞാതിവിപരിവാരിത. ഭാഗവതത്തിലെ വരികളാണ്. ഏ ഇന്ദ്രസേന മഹാരാജ. എന്താ വിളിക്കുന്നത്?
ഇന്ദ്രസേന മഹാരാജ, അങ്ങയെ ഞാൻ നമിക്കുകയാണ്. അങ്ങയ്ക്ക് സ്വസ്തി ഉണ്ടാവട്ടെ. സുതലം സ്വർഗ്ഗവിപ്രാർത്ഥ്യം, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർന്നാലും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ആ മഹാബലിയെ ഈ പൊട്ട രാഷ്ട്രീയക്കാരൻ എവിടേക്ക് വിട്ടു എന്നറിയോ? പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു അവർ, വിവരദോഷികൾ. എന്തെഴുതിച്ചു? പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിന്ന്. ഇവരാണ് സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വളരെ വിഷമമുണ്ട്. മറുപടി കൊടുക്കേണ്ട ഇവർക്കൊക്കെ എന്തെങ്കിലും. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഭാഗവതം, ഭാരതം സംസ്കൃതിയുടെ നാടാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ആരിൽ തപസ്സുണ്ടോ അവരെല്ലാം ഉയർത്തി ഉയർത്തി അവസാനം ശിവത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു സംസ്കാരം. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. ഞാൻ അവരോടൊക്കെ ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നോക്കൂ. നിങ്ങൾക്കറിയാലോ, പല മതങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല എന്ന് അറിയാലോ. അറിയാലോ. അതുപോലും മാറ്റിയെടുക്കാൻ ഗഡ്സ് ഇല്ലാത്തവരാണ് സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എത്ര അപഹാസ്യമാണത് അല്ലേ? അതുപോലും മാറ്റിയെടുക്കാനുള്ള ഗഡ്സ് ഇല്ല അവർക്ക്. എന്നിട്ടാണ് ഹിന്ദു സംസ്കൃതിക്ക് നേരെ ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നെന്ന് പറയുമ്പോൾ വളരെ വിഷമമുണ്ട് അതിൽ. നിൽക്കട്ടെ. അപ്പം സനാതന ധർമ്മം എന്നാൽ എന്താണ്? ആരിൽ ധർമാനുഷ്ഠാനമുണ്ട്. എന്താ ധർമാനുഷ്ഠാനം? തപസ്, ശൗചം, ദയ, സത്യം. ഏതൊക്കെയാണ്? തപസ് വേണം, ശൗചം വേണം, ദയ വേണം. എന്താണ് സത്യം? സത്യം എന്നാൽ സത്ത്, നശിക്കാത്തതായ ഒരേ ഒരു സത്യം, അനശ്വരമായൊരു സത്യം. അത് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. കാഴ്ചയിലല്ല, കാഴ്ചക്കാരനിലാണ്. നിരീക്ഷണത്തിലല്ല, നിരീക്ഷകനിലാണ്. ഇത് എന്നെങ്കിലും നമുക്ക് ഉറച്ചു കിട്ടണം. കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ എന്ന് എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുന്ന വരികൾ അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ. അങ്ങനെ ഒരു പൊരുളുണ്ട്. അപ്പം ആ സത്യത്തെ കാണാൻ അകക്കണ്ണ് തുറക്കണം. ആ സത്യത്തെ കാണാൻ ജ്ഞാനക്കണ്ണ് തുറക്കണം. അതിനാണ് നമ്മൾ ജപിച്ച് 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 മുന്നോട്ട് പോയാൽ ആ കണ്ണ് താനെ അങ്ങോട്ട് ഉണരും. ഏതുപോലെയെന്നറിയോ? സ്വപ്നം കാണാറുണ്ടല്ലോ, അത് പറയേണ്ട കാര്യമില്ല. ആ സ്വപ്നത്തിൽ ഒരു ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഉണരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് മുഴുവൻ സ്വപ്നമായിരുന്നു. ഇതുപോലെ ജപിച്ച് 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 പോകുമ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് ആ സത്യത്തെ നമുക്ക് കാണിച്ചു തരും. സത്യസ്യാഭിഹിതം മുഖം, അതിങ്ങനെ മൂടിക്കിടക്കുകയാണ്. എങ്ങനെയാണ് മൂടിക്കിടക്കുന്നത്? സത്യത്തിൻ്റെ പാത്രം മുഖം ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം, അതിങ്ങനെ മൂടിക്കിടക്കുകയാണ്. അത് ഒരു സ്പുട്നിക്കായിട്ട് പെട്ടെന്ന് അത് തുറക്കുന്ന പറയണത്. എപ്പോൾ തുറക്കുന്ന അറിയില്ല. യമൈവേഷ വൃണതേത്തേന ലഭ്യ തസ്സേവ ആത്മാ വൃണതേത്തനുസ്യാം. കഠോപനിഷത്തിൽ യമരാജാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തുറക്കും. ആർക്ക് തുറക്കും? സത്യദർശികളാവാൻ പറ്റും. ആർക്ക് ദർശികളാവാൻ പറ്റും? ആരുടെ ഉള്ളിലാണോ ഈ ഉപാസനയും അനുഷ്ഠാനവും പോകുന്നത്, അവരുടെ ഉള്ളിൽ ഈ കണ്ണ് സത്യമെന്തെന്ന് നമ്മൾ കാണുന്നു. എന്താ സത്യം? ഒരിക്കലും നശിക്കാത്തതായ, ഒരിക്കലും മാറാത്തതായ ഒരു അനന്തമായ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിലാണ് എല്ലാം ചേർത്ത് കോർത്ത് നിൽക്കുന്നതെന്ന് നാം അറിയും. ഒരു മാലയിലേക്ക് നോക്കുമ്പോൾ അതിലുള്ള നൂല് കാണില്ല, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം. ഇതുപോലെ നമ്മളെയൊക്കെ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരു പരമവൈഭവം, പരമസത്യം. ആ സത്യത്തെ നമുക്ക് കാണാനുള്ള കണ്ണ് ഒരു ദിവസം ഗുരുവായൂരപ്പൻ തുറപ്പിച്ചങ്ങോട്ട് കാണിച്ചു തരും. അതെപ്പം തുറക്കും എന്നുള്ളത് ഡിപ്പെൻസ്. ചിലർക്ക് നേരത്തെ തുറന്നു കിട്ടും, ചിലർക്ക് ഇത്തിരി ഇത്തിരി തുറക്കും, ചിലവർക്ക് ധൃതരാഷ്ട്രയെ പോലെ കുറച്ചും കൂടി കാലം കഴിയേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെയും അനുഷ്ഠാനത്തിൻ്റെ ശക്തി പോലെ ഇരിക്കും. നിങ്ങൾക്ക് ആ സത്യത്തെ കാണണമെന്നുണ്ടെങ്കിൽ
മെനക്കെടണം, പണിയെടുക്കണം. ആര് പണിയെടുക്കണം? ഇതത്ര ഫ്രീ കിട്ടുന്നതല്ല. മനസ്സിലായില്ലേ? നമുക്ക് അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ ഫ്രീ ആയിട്ട് നടന്നു വരും. പക്ഷേ ഉള്ളിലുള്ള ഭഗവാനെ കാണണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത വരണം. അതാണ് പൂന്താനം പറയുന്നത്. ഭഗവാനെ അതിനൊരു യോഗ്യത എനിക്കുണ്ടാവണം എന്ന് മാത്രം പറയുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? എല്ലാ അവതാര പുരുഷന്മാരെയും നോക്കിക്കൊണ്ട് സ്തുതിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവാനെ, അങ്ങേ ഉള്ളിൽ കാണാനുള്ളൊരു ഭാഗ്യം മാത്രം തന്നാൽ മതി എന്ന്. പുറമേ കാണാൻ അത്ര പ്രയാസമില്ല. ഏതാണ് ഏറ്റവും പ്രയാസമുള്ളത്? ഉള്ളിൽ കാണലാണ്. കഠോപനിഷത്തൊക്കെ എടുത്ത് വായിച്ചാൽ മനസ്സിലാവത്. അതായത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാന്നിബോധത ക്ഷുരസ്യധാരാ നിഷേധാ ദുരത്യ ദുർഗം പദസ്തത് കവയോ വദന്തി. ഇത് നല്ല മൂർച്ചയുള്ള വാളിൻ്റെ മുകളിലൂടെ പോകുന്നൊരു യാത്രയാണ്. അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ആ ഈശാവാസ്യ ഉപനിഷത്തിൽ എഴുതിയത്, സത്യസ്യ അഭിഹിതം മുഖം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. എനിക്കൊന്ന് കാണുന്നതിന് വേണ്ടി ഹേ ഭഗവാനെ, ആ ഒരു മുഖം അതിൻ്റെ മൂടി ഒന്ന് മാറ്റിത്തരൂ, ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ അതിനു വേണ്ടി കൃതം സ്മര ആവർത്തിച്ച് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഈശാവാസ്യ ഉപനിഷത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും.